സാർ ഇപ്പോൾ കുട്ടികൾ കൂടുതലും ഡിഗ്രിയുടെ കൂടെ ഏവിയേഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഡിഗ്രി അല്ലാതെ വെറുതെ ഏവിയേഷൻ മാത്രമായിട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏവിയേഷൻ കോഴ്സ് നമ്മുടെ ഡിപ്ലോമ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരുണ്ട്, ഗ്രാജുവേഷൻ ഡിഗ്രിയോടൊപ്പം ആഡ് ഓൺ കോഴ്സുകളായിട്ടും ഏവിയേഷൻ പഠിക്കുന്നവരുണ്ട്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി തന്നെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ +2 12th കഴിഞ്ഞ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് വിദ്യാർത്ഥികളാണെങ്കിലും അവർ ഒരു പാഷനേറ്റ് ആണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫീൽഡ് ചിലപ്പോൾ ഏവിയേഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും കൂടെ മാച്ച് ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ മെജോറിറ്റി സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ നിർബന്ധമാണെന്ന് പറയുന്ന പേരൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. കാരണം നമ്മൾ ഡിപ്ലോമ 1 വർഷം കൊണ്ട് മാത്രം ഒന്നും ജോലി കിട്ടുമെന്നുള്ള സംശയം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്തായാലും നമ്മുടെ കേരളത്തിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി നിർബന്ധമാണ്. അപ്പം BBA ആണ് ഏവിയേഷൻ്റെ കൂടെ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത്. BComഉം ഓക്കെയാണ്, അത് ഓരോ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഡിഗ്രിയെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഇപ്പോൾ BBA ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 2 രീതിയിൽ ഏവിയേഷൻ പഠിക്കാം. ഒന്ന്, കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മെയിൻ സ്ട്രീമിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ BBA ഒരു മെയിൻ കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ BBAയിൽ അതിൽ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത് നമുക്കറിയാം HR ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഇങ്ങനെയുള്ള സബ്ജക്റ്റിലാണ് കൂടുതലായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ BBA പഠിക്കുന്നു. ആ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ജോലി നേടി പോവുകയാണെങ്കിൽ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ വിദ്യാർത്ഥികളൊക്കെ പോയിട്ട് ഡിപ്ലോമ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ ഡിഗ്രിയോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, 1ാമത്തെ വർഷം മുതൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന 3ാമത്തെ വർഷം വരെയോ 4ാമത്തെ വർഷം വരെയോ അവർക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോമയായിട്ട് നമ്മളുടെ ആഡ് ഓൺ കോഴ്സായിട്ട് ഏവിയേഷൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏവിയേഷൻ എന്ന ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രി വേണം എന്നുണ്ടെങ്കിൽ BBAയുടെ കൂടെ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ BComന്റെ കൂടെ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് പഠിക്കാൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.